പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം. 3 വയസ്സുകാരി സുകന്യയെയാണ് നായ ആക്രമിച്ചത്. കുട്ടിയുടെ കണ്ണിനാണ് കടിയേറ്റിരിക്കുന്നത്. രാവിലെ ഒരു വൈദികനെയും തെരുവുനായ ആക്രമിച്ചിരുന്നു. എനിക്ക് അറ്റാക്ക് മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ പടിയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചെന്നിട്ട് വെള്ളം തരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം പുള്ളി പറഞ്ഞാൽ പിടിക്കാൻ പറഞ്ഞിരുന്നു. അന്നേരം പിന്നെ ഞങ്ങൾ ഇച്ചിരി കഴിച്ചപ്പോൾ ഞാൻ പിന്നെ മിലിറ്ററി പട്ടാളക്കാരനെ കൊണ്ട് ആശുപത്രി എന്നെ കൊണ്ടുപോകുക. അവിടെ ചെന്ന് പിന്നെ സോപ്പൊക്കെ ഇട്ട് അവർ നല്ല വിവരങ്ങളുമായി പ്രസാദ് എം ജെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്? ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അരുണിമ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് നമ്മുടെ സംസ്ഥാന പാതയിൽ, അതായത് പന്തളത്തു നിന്നും പത്തനംതിട്ടയ്ക്ക് വരുന്ന കൈപ്പട്ടൂരിനും ഓമല്ലൂരിനും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ റോഡിന്റെ 2 വശങ്ങളിലും ഈ കുറ്റിക്കാടുകള് വളർന്നു നിൽക്കുകയും തൊട്ടപ്പുറത്ത് തന്നെ പഞ്ചായത്തിന്റെ ഒരു സ്റ്റേഡിയം ഉണ്ട്. അപ്പം ഇതൊന്നും ഇപ്പൊ ഈ മഴക്കാലമായതുകൊണ്ട് മാലിന്യങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് തള്ളുന്നത് പതിവായതിനാല് ഈ തെരുവട്ടികളൊക്കെ ഇവിടെ വിഹരിക്കുകയും തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തേടി ചെല്ലാൻ ഉള്ള ഒരു പതിവുണ്ടായിരുന്ന അരുണിമ. അപ്പൊ അങ്ങനെ ഈ റോഡിൽ പോകുന്നവർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ഒക്കെ ഈ തെരുവുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ ഒന്നും പറഞ്ഞിട്ട് നടപടി എടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വീട്ടിലെ അടുക്കളയുടെ ഭാഗത്ത് കളിച്ചുകൊണ്ടിരുന്ന ഈ കുഞ്ഞിനെ ഈ തെരുവുനായ ഭക്ഷണ പദാർത്ഥം തേടി വന്നതായിരിക്കാം ഇതിനെ കടിക്കുകയും പെട്ടെന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ബഹളം കേട്ടിട്ട് ഇത് കടിച്ചിട്ടിട്ട് ഇത് ഓടുകയായിരുന്നു. കണ്ണിന്റെ ഭാഗത്താണ് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത്. അന്നേരം തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇതിനു മുമ്പാണ് ഈ വൈദികനെയും, ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ വൈദികനെയും ഈ തെരുവുനായ കടിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയിട്ടുണ്ട്. സമാനമായി 2 ദിവസം മുമ്പ് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിന്ന ഒരു വയോധികനെയും ഇതുപോലെ തന്നെ തെരുവുനായയെ കടിച്ചിട്ടുണ്ട്. അപ്പം ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവുനായയെ ഒന്നുകിൽ ബന്ധീകരണം ചെയ്യുകയോ അതിന് ഷെൽട്ടർ ഹോം സ്ഥാപിക്കണമെന്നോ നാട്ടുകാരും ബന്ധപ്പെട്ട പ്രദേശവാസികളൊക്കെ പറഞ്ഞിട്ടും നടപടി ഉണ്ടാകത്തുള്ള പ്രതിഷേധവും ഉണ്ട്. പക്ഷെങ്കിൽ നായ ഒരു സാഹൂതവും ഇങ്ങനെ അതിന്റെ യഥേഷ്ട വിഹാരം പോലെ കടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണ് അരുണിമ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും നമുക്ക് ആശുപത്രിയിൽ നിന്നും ജനറൽ ആശുപത്രി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പരിക്ക് വലിയ ഗുരുതരമല്ലെങ്കിലും ഇതിനുള്ള പേവിഷബാധയ്ക്കുള്ള മരുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആയതുകൊണ്ടാണ് ഈ കുട്ടിയും കൊണ്ട് അങ്ങോട്ട് പോയെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അരുണിമ. പ്രസാദ്, ഇപ്പോൾ തെരുവുനായയുടെ ആക്രമണം സംസ്ഥാനം ഒട്ടാകെ ഇപ്പോൾ രൂക്ഷമാവുകയാണ്. അത് പ്രത്യേകിച്ച് വേനലവധി കാലമായതുകൊണ്ട് തന്നെ 2-3 വയസ്സുള്ള കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ തെരുവുനായ ആക്രമിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ സർക്കാർ ഇതിന് ഈ ഷെൽട്ടർ ഹോം സ്ഥാപിക്കണമെന്നും അതാത് നഗരപ്രദേശങ്ങളിലൊക്കെ ഇതിന് ബന്ധപ്പെട്ട ഈ ത്രിതല പഞ്ചായത്തുകൾക്കൊക്കെ സർക്കാർ ഫണ്ട് അനുവദിച്ചുവെന്നൊക്കെയുള്ള ഈ വാഗ്വാദങ്ങളൊക്കെ നിലനിൽക്കുകയും ഓരോ ജില്ലയിലും ഇതിനെ പാർപ്പിക്കാനും ഇതിനെ പിടിച്ച് ആ ഷട്ടൽ ഹോമിലാക്കിയിട്ട് ബന്ധീകരണം നടത്താനും ഒക്കെയുള്ള ഈ കാലാകാലങ്ങളിലുള്ള ബഡ്ജറ്റുകളിലൊക്കെ തുക അനുവദിക്കുമെങ്കിലും അത് ഇതുവരെയും പത്തനംതിട്ട ജില്ലയിൽ നടപ്പാക്കിയിട്ടില്ല. പത്തനംതിട്ടയിൽ കടപ്പുറയ്ക്കും പുളിക്കലിനും ഇടയ്ക്ക് ഏകദേശം സംസ്ഥാന സർക്കാരിന്റെ ഏകദേശം അവിടെ ഒരു ബിവറേജ് വലിയൊരു സ്ഥലമുണ്ട്. ഒരു ഏകദേശം 10.5 ഏക്കർ സ്ഥലമുണ്ട്. ആ 10.5 ഏക്കർ സ്ഥലത്താണ് ജില്ലയിലെ ഈ തെരുവുനായ്ക്കളെ ബന്ധീകരണം ചെയ്യാനും അതിനെ പാർപ്പിക്കാനുള്ള സ്ഥലമൊക്കെ അന്നത്തെ കഴിഞ്ഞ ടൈമിലെ സർക്കാരിന് സ്ഥലമൊക്കെ എടുത്ത് നടത്തിയിരുന്നു. പക്ഷെങ്കിൽ ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തുകൾ എന്തുകൊണ്ടോ അത് മുന്നോട്ട് കൊണ്ടുപോകാത്തതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ കയറി വരുമ്പോൾ എന്താണ് അവരുടെ തീരുമാനമെന്നൊക്കെ ഉള്ളത് നോക്കിക്കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അരുണിമ പ്രദേശവാസികൾ. ശരി, വ്യക്തമാണ്. പത്തനംതിട്ട ഓമല്ലൂരിലാണ് 3 വയസ്സുകാരിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 3 വയസ്സുകാരിയായിട്ടുള്ള സുകന്യയാണ് ഇപ്പോൾ തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത്. കുട്ടിയുടെ കണ്ണിനാണ് കടിയേറ്റിരിക്കുന്നത്. എന്തായാലും തെരുവുനായയുടെ ആക്രമണം ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് എം ജെ ആണ്.